ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് പാപമോക്ഷവും ശാപമോക്ഷവും ലഭിച്ചിട്ടുണ്ട്. കർത്താവ് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലത് ആത്മീയമായ കാര്യങ്ങൾ ആയതിനാൽ നമ്മുടെ ബാഹ്യമായ നയനങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ അന്തരംഗത്തിൽ കർത്താവ് അത്ഭുതം നടത്തുന്നുണ്ട്. അനേകർക്ക് ശാപമോക്ഷം ലഭിച്ചിട്ടുണ്ട്, പാപമോക്ഷം ലഭിച്ചിട്ടുണ്ട്. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്തത് നിവൃത്തിയാക്കുന്ന ദിവസമാണിത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും കർത്താവുണ്ട്. നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങളെ ആർക്കും തകർത്തെറിയാൻ സാധിക്കുകയില്ല, ആർക്കും നിങ്ങളെ തൂത്തെറിയാൻ സാധിക്കുകയില്ല. കർത്താവാണ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് തൻ്റെ ശക്തമായ കരത്താൽ നിന്നെ താങ്ങി നടത്തുന്നു. ആർക്കും തൻ്റെ കരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇന്ന് വൻ കാര്യങ്ങൾ കർത്താവ് നിനക്ക് ചെയ്തു തരും. നിന്റെ ഹൃദയം കർത്താവിലേക്ക് തിരിക്കുക. കർത്താവ് മാത്രം മതി നിനക്ക്. അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുക. തീർച്ചയായും കർത്താവ് നിന്നോട് സംസാരിക്കും. അവിടുന്ന് നിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവ് വിശ്വസ്തനും കാരുണ്യവാനുമായ ദൈവമാണ്. നിന്റെ അലച്ചിലുകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ അവിടുന്ന് നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. ഇന്ന് നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ഇന്ന് നിനക്ക് സാധിച്ചെടുക്കേണ്ടതായ കാര്യങ്ങൾ എല്ലാം കർത്താവിൽ സമർപ്പിക്കുക. കർത്താവിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുക. ആഴത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക. വിശ്വാസം എന്നാൽ കാണുന്നതാണ് വിശ്വാസം. അതിനാൽ നീ പ്രാർത്ഥനയിൽ കൂടി ചോദിച്ച വിഷയങ്ങൾക്ക് നീ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടത്, അത് ദൈവം നൽകി എന്ന് നീ കാണുക. നീ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നീ കാണുക. എന്തെന്നാൽ നീ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. അവിടുന്ന് വ്യാജം പറയുന്ന മനുഷ്യനല്ല. അവിടുന്ന് ശക്തനായ ദൈവമാണ്. അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനുമാണ്. നിന്നെ സഹായിക്കാൻ വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അതിനാൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതെന്തും നിനക്ക് ലഭിക്കും, അവിടുന്ന് നൽകും എന്ന് നീ വിശ്വസിക്കുക. തീർച്ചയായും നിനക്കത് ലഭിച്ചിരിക്കും. അത് നീ കാണുകയും ചെയ്യും. അതിനാൽ കാണപ്പെടാത്തത് കണ്ട് കർത്താവിന് നന്ദി അർപ്പിക്കുക. ഇന്ന് നിന്റെ യാത്രകളെ, നിന്റെ ഉദ്യമങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇന്ന് നേരിൽ കാണുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സംഖ്യാപുസ്തകം 23 അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ, അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. രാജാവിൻ്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് പാപമോചനം നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെ അങ്ങ് നേരത്തെ കൂട്ടി അറിവുള്ളതാണല്ലോ. എന്നാലും ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അത് കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നീ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നീ ഞങ്ങളെ വാത്സല്യപൂർവം കരുതുന്നുണ്ട്. കർത്താവേ, മക്കളെ എന്ന പോലെ ഞങ്ങളെ നീ വീണ്ടും വീണ്ടും കാണാൻ, കേൾക്കാൻ, കൂടെയിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതിനാൽ തന്നെ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നീ പറഞ്ഞത് ചെയ്യുന്ന ദൈവമാണ്. നീ അനുഗ്രഹിച്ചാൽ അതൊരിക്കലും ആർക്കും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭൂമിയിൽ എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതിനാൽ ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ സമയം നിന്റെ സന്നിധിയിൽ ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗത്തിന്മേൽ ഇന്ന് നീ കടാക്ഷിക്കണമേ. ഈ സമയം നിങ്ങളുടെ നിയോഗം, ഇന്നത്തെ നിയോഗം, ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം കർത്താവിനോട് നിങ്ങൾ ഏറ്റുപറയുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവൻ ആ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് കേൾക്കുന്ന സമയമാണ്. അതിനാൽ നിനക്ക് എന്താണോ ദൈവത്തിൽ നിന്നും ഇന്ന് നീ ആഗ്രഹിക്കുന്നത് അത് നീ ചോദിക്കുക. ഒരു നിമിഷം മൗനമായി നിന്റെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, വിനയത്തോടെ നമുക്ക് ചോദിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ മക്കൾ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച അവരുടെ നിയോഗങ്ങളെ നീ അനാദി മുതലേ നീ അറിയുന്നതാണല്ലോ. ഇന്ന് ഈ നിമിഷം ആ ആവശ്യങ്ങളിൽ മേൽ നീ പൂർത്തീകരണം ഉണ്ടാക്കണമേ. ഇന്ന് ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ ഇവർ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഇവരുടെ നിയോഗങ്ങളെ ഇന്ന് തന്നെ നീ സാധിച്ചു കൊടുത്ത് ഇന്നത്തെ ദിവസം ഇവർ നിന്നെ സ്തുതിക്കുവാനും നിന്റെ സാക്ഷിയായി മാറാനും നിന്റെ അത്ഭുതങ്ങളെ അവർ ലോകത്തോട് ഏറ്റുപറയാനും ഇന്ന് നീ ഇവരിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണല്ലോ. അങ്ങ് ഞങ്ങളിൽ തിന്മ ദർശിക്കല്ലേ. നിന്റെ നന്മയുടെ കണ്ണുകളാൽ, നയനങ്ങളാൽ ഞങ്ങളെ നീ ദർശിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ തിന്മയേക്കാൾ ഉപരി നിന്റെ നന്മ ഞങ്ങളിൽ പ്രതിഫലിക്കട്ടെ. കർത്താവേ, നിന്റെ സന്നിധിയിൽ രാവും പകലും പ്രാർത്ഥിക്കുന്ന, നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കാണണമേ. കർത്താവേ, നിന്റെ നന്മയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ഇവർ എന്താണോ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചത്, ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് അത് കർത്താവ് നടത്തിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചത് ഇപ്പോൾ യേശു നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുക. കർത്താവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഇപ്പോൾ കർത്താവ് ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കർത്താവ് പരിഹാരം നൽകുന്നു. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ കർത്താവ് ഇടപെടുന്നു. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ അനുഗ്രഹം സ്വീകരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നിനക്കെതിരെയുള്ള യാതൊരു ആഭിചാര പ്രവർത്തനങ്ങളും നിനക്കെതിരെ ഏൽക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്കെതിരെയുള്ള ക്ഷുദ്രവിദ്യകൾ
നിനക്കെതിരെ ഫലിക്കുകയില്ല. ആരൊക്കെ നിനക്കെതിരെ പ്രവർത്തിച്ചാലും കർത്താവിൻ്റെ അനുഗ്രഹം നിന്നോടൊപ്പമുള്ളതിനാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹീതനാണ്, അനുഗ്രഹീതയാണ്. അതിനാൽ ആർക്കും നിന്നെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ആർക്കും നിന്റെ അനുഗ്രഹം എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ശക്തനായ ദൈവമാണ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിനാൽ നിന്റെ ഹൃദയവും മനസ്സും എല്ലാം പൂർണ്ണമായി ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറുക. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഇനി മുതൽ നീ നയിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെയും വിശ്വസ്തയോടെയും വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും വിജ്ഞാനത്തോടെയും വിവേകത്തോടെയും ഇടപെടാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഓരോ നിമിഷവും നിനക്ക് നൽകിക്കൊണ്ടിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും ആവശ്യമായി ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചാലും നിങ്ങൾക്ക് ആവശ്യമായത് ഒന്നേയുള്ളൂ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനാൽ നിങ്ങൾ ഓരോ നിമിഷവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിക്കുക. അവിടുന്ന് അളവില്ലാതെ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കും എനിക്കും ഇപ്പോൾ ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ്. അതല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നതല്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ വചനം, ഇവ രണ്ടുമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വചനം നിനക്ക് ആവശ്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നിനക്കാവശ്യമായത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതം അടിമുടി അനുഗ്രഹീതമാകും. അതിനാൽ നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നടത്തിത്തരും. എല്ലാം ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഇന്ന് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇന്ന് തന്നെ കർത്താവ് നിന്നെ കാണിച്ചിരിക്കും. ഇന്ന് തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കും. ഇന്നത്തെ ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് ആരാധനയും സ്തുതികളും അർപ്പിക്കുക. തീർച്ചയായും കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് ഒരിക്കലും നിന്നിൽ നിന്ന് ആ അനുഗ്രഹം എടുത്തു മാറ്റുകയില്ല. ഇന്ന് താഴ്മയോടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എളിമയുള്ള ഹൃദയത്തോടെ നിന്നെ തന്നെ കാണാൻ കർത്താവിന് സാധിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും എളിമയുള്ള വ്യക്തിയായി നീ രൂപാന്തരം പ്രാപിക്കുക. ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ ഒരു ഹൃദയം, വിശ്വസ്തയോടെ ഉള്ള ഒരു ജീവിതം ഇനി മുതൽ നമുക്ക് പ്രാപിക്കാം. ദൈവസന്നിധിയിൽ നിന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ട്. അത് ആരും എടുത്തു മാറ്റാൻ, എടുത്തു കളയാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നിന്റെ ജീവിതത്തിൽ ഇനി മുതൽ ശ്രദ്ധിക്കുക, വിശ്വസ്തത പാലിക്കുക. നിന്റെ ജോലിയിൽ, ഉദ്യോഗത്തിൽ, വരുമാനത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ ദാമ്പത്യ ബന്ധങ്ങളിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, വിവാഹ ബന്ധത്തിൽ, സാമൂഹ്യ ബന്ധത്തിൽ, സൗഹൃദ ബന്ധത്തിൽ എല്ലാം നീ വിശ്വസ്തത കാണിക്കുക. വിശ്വസ്തതയ്ക്ക് ഈ ലോകത്തെക്കാളിലും അപ്പുറം വിലയാണ് ദൈവം നൽകുന്നത്. അതിനാൽ നീ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. കർത്താവ് നിന്നെ വിളിച്ച ആ വിളിയിൽ നിന്റെ ഏത് വിളിയാണോ നീ സ്വീകരിച്ചിരിക്കുന്നത്, കുടുംബജീവിതമാണോ, സന്യസ്ത ജീവിതമാണോ, പൗരോഹിത്യ ജീവിതമാണോ, ഏത് ജീവിതമാണെങ്കിലും നീ ആ ജീവിതത്തിൽ നിന്നെ വിളിച്ച ആ വിളിയിൽ നീ വിശ്വസ്തത കാണിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ വിശ്വസ്തത നീ കണ്ടിരിക്കും. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്ന് ഈ ശനിയാഴ്ച ദിവസം നിന്റെ വലിയ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ, അത്ഭുതങ്ങളാൽ ഞങ്ങളെ നീ ആശീർവദിക്കണമേ. മാതാവേ, അമ്മയുടെ സ്നേഹം നൽകി, അമ്മയുടെ പരിഗണനയും ലാളനയും നൽകി എപ്പോഴും നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. നിന്നെ പുച്ഛിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്നെ എതിർക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നവർക്ക് മേലും ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവേ, നീ ആരെയും മാറ്റി നിർത്താത്ത പരിശുദ്ധ അമ്മയാണ്. അതിനാൽ തന്നെ നിന്റെ ആ വിശാലമായ ഹൃദയത്തിൽ ഞങ്ങളെയും നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നവരെയും നീ കൂട്ടിച്ചേർക്കണമേ. എല്ലാവരെയും നിന്റെ മാതൃസ്നേഹത്തിൽ നിറച്ച് എല്ലാവരെയും ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് അരുളി ചെയ്യുന്നത് അനുസരിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്ത് സംരക്ഷിച്ച് നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലീകരിച്ച് നൽകി നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിന്റെ യാത്രകളിലും പോക്കിലും വരവിലും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നിന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തി സംരക്ഷിക്കട്ടെ. നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നിനക്കുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്തു പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു. ആമേൻ.